പ്രിയമുള്ളവരെ, പിണറായി സർക്കാരിൻ്റെ 2ാം വർഷത്തിൻ്റെ 4ാം വാർഷികാഘോഷം ഇന്നലെ ആരംഭിച്ചെന്നും ഭയാനകമായ ഭരണവികസന നേട്ടങ്ങളുടെ പ്രോഗ്രസീവ് റിപ്പോർട്ട് പുറത്തിറക്കുന്നുവെന്നുമൊക്കെ കേട്ടു. പക്ഷേ ഞാൻ ആ പ്രോഗ്രസീവ് റിപ്പോർട്ട് കണ്ടതുമില്ല. അത്തരമൊരു റിപ്പോർട്ട് കാണാൻ എനിക്ക് താല്പര്യവുമില്ല. കാരണം ഭയാനകമായി ഊതി വീർപ്പിച്ച് ആകാശം മുട്ട പെരുപ്പിച്ച് നിർത്തുന്ന ഈ വികസന ബലൂണിൻ്റെ നിറങ്ങൾ കണ്ട് എൻ്റെ കണ്ണഞ്ചി ഞാൻ നിലത്ത് വീണ് തല ചുറ്റി ഞാൻ നിലത്ത് വീണു പോകും. അതുകൊണ്ട് അത് കാണാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇത്ര ഭയാനകമായ കണക്കുകൾ ഊതിപ്പെരുപ്പിച്ച് കാണിക്കുമ്പോൾ എല്ലാവിധ വശങ്ങളും കാണിക്കേണ്ടതുണ്ട്. സഖാവ് മറച്ചു പിടിക്കുന്ന ചില വശങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എനിക്കറിയേണ്ടത് അതാണ്. പിണറായി സഖാവിൻ്റെ ഭരണം തുടങ്ങിയിട്ട് കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളീയ ജനതയെ പണയപ്പെടുത്തി 2 ലക്ഷത്തിലേറെ കോടി രൂപയുടെ 2 ലക്ഷത്തിലധികം കോടി രൂപ കടം മേടിച്ചു എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ഈ 2 ലക്ഷം കോടി രൂപ തിരിച്ചടയ്ക്കേണ്ട ജനങ്ങളോട് അത് താങ്കൾ എങ്ങനെ ചെലവഴിച്ചു എന്ന് പറയാനുള്ള ഉത്തരവാദിത്വമുണ്ടെന്നുമാണ് എൻ്റെ പക്ഷം. ആ നിലയ്ക്ക് താങ്കൾ വാങ്ങിക്കൂട്ടി 2 ലക്ഷം കോടി രൂപയിൽ എത്ര 10,000 കോടി രൂപകളുടെ വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടത്തിയെന്നും അതിൽ നിന്ന് എത്ര 10,000 കോടി രൂപ പിണറായി സഖാവും മന്ത്രി സഖാക്കളും മറ്റുന്നത സഖാക്കളും അവരുടെ കൊച്ചമ്മമാരും തമ്പുരാട്ടിമാരുമൊക്കെ മച്ചമ്പിമാരുമൊക്കെ ഇവിടെ സമ്പാദിച്ചു കൂട്ടിയെന്നുള്ള കണക്ക് കൂടി താങ്കളൊന്ന് വെളിപ്പെടുത്തിയേ മതിയാവും. മാത്രമല്ല, ഈ വാർഷികാഘോഷത്തിന് വേണ്ടി 100 കോടി രൂപയിലധികം ചിലവഴിക്കുന്നുവെന്നും അറിയാൻ കഴിഞ്ഞു. ഈ പണം ഏതെങ്കിലും സഖാക്കളുടെയോ പിണറായി സഖാവിൻ്റെയോ മന്ത്രി സഖാക്കളുടെയോ തറവാട്ടിൽ നിന്നെടുത്തതാണോ അതോ സർക്കാർ ഖജനാവിൽ നിന്നെടുത്തതാണോ? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നീ ആരാടാ എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ അതിനെനിക്ക് ഉത്തരം ഒന്നേ പറയാനുള്ളൂ. ഞങ്ങൾ ഈ വലക്കാർ, അതായത് മത്സ്യത്തൊഴിലാളികൾ, നിങ്ങളെപ്പോലെ സംസ്കാര സമ്പന്നമായ ഭാഷയിൽ സംസാരിക്കുന്നവരൊന്നുമല്ല. കാരണം ഞങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസവും അക്ഷരാഭ്യാസവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് സംസ്കാരശൂന്യമായ ഭാഷ മാത്രമേ ഞങ്ങൾക്കറിയൂ. അത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ എൻ്റെ സംസ്കാരശൂന്യമായ മറുപടികൾ തിരിച്ചങ്ങോട്ട് കേൾക്കേണ്ടി വരും. അതിന് കാരണം ഞാൻ എൻ്റെ 13ാം വയസ്സ് മുതൽ അഷ്ടമുടിക്കായലിലും ഈ കല്ലടയാറ്റിലും തുടങ്ങിയ എല്ലാ ആറുകളിലും കായലുകളിലുമൊക്കെ പേരും കാറ്റത്തും കൊടും കാറ്റത്തും മഴയത്തും വള്ളമൂന്നിയും തണ്ടുപിടിച്ചും ഇടിമിന്നലിൽ അകപ്പെട്ടുമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് പണി ചെയ്ത് 46 വർഷക്കാലം കൊണ്ട് ഞാൻ ലക്ഷക്കണക്കിന് രൂപ കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഞാനിവിടെ ജനിച്ചു പോയെന്നുള്ള ഒരു കുറ്റത്തിന് വേണ്ടി നിങ്ങൾക്ക് വെട്ടി വിഴുങ്ങാനായിട്ട് നികുതി ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപ ഞാൻ തന്നിട്ടുണ്ട്. ആ അവകാശം കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, ഈ 100 കോടി രൂപ ചിലവഴിക്കുന്നതും നിങ്ങളുടെ തറവാട്ടിൽ സ്വത്ത് നിന്നാണോ അതോ സർക്കാർ ഖജനാവിൽ നിന്നാണോ? സർക്കാർ ഖജനാവിൽ നിന്നാണെങ്കിൽ അത്താഴപ്പട്ടിണിക്ക് പോലും വകയില്ലാത്ത, യാതൊരു മാർഗവുമില്ലാതെ ജീവിക്കാൻ പറ്റാതെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന കുറേ സ്ത്രീജനങ്ങൾ, അതായത് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 70 ദിവസം പിന്നിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരോട് പിണറായി സർക്കാരിൻ്റെ മന്ത്രി വീണ ജോർജും പിണറായി സർക്കാർ അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞത് സർക്കാരിൻ്റെ ഖജനാവിൽ പണമില്ലെന്നാണ്. പിന്നെ അവരെ ആക്ഷേപിച്ചിട്ടുള്ള മറ്റ് ഡയലോഗുകളൊന്നും ഞാൻ എടുത്തു പറഞ്ഞ് നിങ്ങളെ ആരെ ആക്ഷേപിക്കാൻ തയ്യാറാകുന്നില്ല. അതുമാത്രമാണോ? അങ്ങനെയുള്ള സർക്കാർ ഈ തൂർത്തടിക്കാൻ വേണ്ടി 100 കോടി രൂപ എടുക്കുന്നത് ആരോട് ചോദിച്ചിട്ടാണ്? സർക്കാർ ഖജനാവ് കൊള്ളയടിച്ച് ഇവിടെ സഖാക്കൾക്ക് തടിച്ചു ഒഴുക്കാനുള്ളൊരു ഉപകരണമായി മാറ്റിയിരിക്കുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഈ ആഘോഷ പരിപാടികൾക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചെത്താനുള്ള തന്ത്രപരമായ നീക്കങ്ങൾക്കും വേണ്ടി ഈ 100 കോടി രൂപ ചിലവഴിക്കുന്നത്. അതുപോട്ടെ, താങ്കൾ CPOമാർ, വനിതാ CPOമാർ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അവരെ ജോലിക്ക് നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കുറേ ദിവസങ്ങൾ അവിടെ സമരമനുഷ്ഠിച്ച് അവസാനം മരിച്ചു കിടക്കുന്ന റീത്ത് വെച്ച് വരെ സമരമനുഷ്ഠിച്ചിട്ട് പോലും
അവരോട് യാതൊരു കരുണയുമില്ലാതെ മനുഷ്യത്വരഹിതമായി താങ്കൾ പറഞ്ഞത് ലിസ്റ്റിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും ജോലി കൊടുക്കാനാവില്ലെന്നാണ്. അറിയാം സഖാവേ, ഞങ്ങൾക്കതറിയാം. പക്ഷേ അർഹതയുള്ളവർക്ക് ജോലി കൊടുക്കാത്തതിൻ്റെ കാരണം കൂടി താങ്കളൊന്ന് വെളിപ്പെടുത്തണം. കഴിഞ്ഞ 9 വർഷക്കാലമായി, അതിനു മുമ്പ് തന്നെയും നമ്മുടെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ആവശ്യം വേണ്ടതിൻ്റെ 60% പോലീസുകാർ പോലും ജോലിക്കില്ല. 40% തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് 8 മണിക്കൂറും 12 മണിക്കൂറും ജോലി ചെയ്യേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ 24 മണിക്കൂറും 36 മണിക്കൂറും 46 മണിക്കൂറും ജോലി ചെയ്ത് ജോലിഭാരം താങ്ങാനാവാതെ മാനസികമായി തകർന്ന് മെൻ്റൽ ബാധിതരായി ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എത്രയോ പോലീസുകാർ ഇവിടെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ നിലയ്ക്ക് പോലും മാത്രമല്ല, ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഒരു വനിതകൾക്ക് പരാതി പറയാൻ ചെന്ന വനിതാ പോലീസുകാരില്ലാത്ത അവസ്ഥയാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളെല്ലാം. എന്നിട്ട് പോലും അവരെ നിയോഗിച്ച് അവർക്ക് തൊഴിൽ കൊടുക്കാത്ത സകലമാന മനുഷ്യരെയും തൊഴിൽ തട്ടിപ്പറിക്കുന്ന നയം, സ്വേച്ഛാധിപത്യ നയം നടപ്പാക്കുന്ന ഈ പിണറായി സർക്കാർ കഴിഞ്ഞ 9 വർഷം കൊണ്ട് എത്ര ശതമാനം മയക്കുമരുന്ന് രാസലഹരികൾ ഇവിടെ സൃഷ്ടിച്ചെടുത്തു? അതിനുകൂടി ഉത്തരം നൽകണം. കാരണം 9 വർഷം കൊണ്ട് രാസലഹരിക്കും മദ്യത്തിനും അടിമയായി ഇവിടെ നടത്തിക്കൂട്ടിയ കൊലപാതകങ്ങൾക്ക് ആരാണ് ഉത്തരവാദി? പിണറായി സർക്കാരാണ് ഇവിടെ ആ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദി. കാരണം പിണറായി സർക്കാരാണ് ഈ മയക്കുമരുന്ന് ഇവിടെ തഴച്ചു വളരുന്ന ലോബികൾക്ക് തഴച്ചു വളരാനും അത് വിൽക്കാനും അത് വാങ്ങിക്കാനും ഉപയോഗിക്കാനും സൗകര്യങ്ങൾ പൂർണ്ണമായി ഒരുക്കിക്കൊടുത്തത് ഒരു സർക്കാരാണ്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഏതെങ്കിലും കേരളത്തിലെ ബുദ്ധിജീവികൾക്ക് പറയാൻ കഴിയുമോ? അങ്ങനെ ഒതുക്കിക്കൊടുത്ത് അവസാനം നിൽക്കക്കള്ളിയില്ലാതെ, അതായത് അഫാൻ എന്നൊരു പയ്യൻ ഒരു ദിവസം 6 മണിക്കൂർ കൊണ്ട് 5 പേരെ വെട്ടിക്കൊന്നു കഴിഞ്ഞപ്പോഴാണ് പിണറായിക്ക് ബോധോദയം ഉണ്ടാകുന്നത് മയക്കുമരുന്ന് രാജ്യത്തിന് അല്ലെങ്കിൽ കേരളത്തിന് വിപത്താണെന്ന്. അങ്ങനെ അടുത്ത വോട്ട് പിടിക്കാൻ്റെ തന്ത്രം ഉപയോഗിച്ച് ലഹരി മുക്തിക്ക് വേണ്ടി സകലരും ഓടിക്കൂടണമെന്ന് വിളിച്ച് എല്ലാ മനുഷ്യരെയും ഓട്ടിക്കൂട്ടി അതിൻ്റെ നായകസ്ഥാനം വഹിച്ച് പുണ്യാളനായി ചമഞ്ഞ് വീണ്ടും അധികാരത്തിൽ വരുന്നതിനുള്ള ഈ തട്ടിപ്പ് തന്ത്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് മരിച്ചവരുടെ താങ്കൾ തന്നെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ് 27,000 പേരെ അറസ്റ്റ് ചെയ്തു, പിന്നെ 27,000 പേരെ ഇനി ചെയ്യാനുണ്ട്, അത്രയും കേസെടുത്തു. ഇവരെയൊക്കെ ഈ കുറ്റവാളികളാക്കി തീർത്തതിന് ഉത്തരവാദിയാരാണ്? താങ്കളല്ലേ? താങ്കൾ ഈ വിദ്യാസമ്പന്നമായ കേരളം ഭരിക്കാൻ താങ്കൾക്ക് എന്താണ് യോഗ്യതയെന്ന് പറയും? ഈ നാട്ടുകാരെ മുഴുവൻ മയക്കുമരുന്നിനെ അടിമയാക്കി കൊലപാതകവും ബലാത്സംഗവും പീഡനങ്ങളും പിടിച്ചുപറിയും കൊള്ളയും അരുതായ്മകൾ എല്ലാവിധ അധാർമികതകളും എല്ലാവിധ അനീതികളും ഇവിടെ നടപ്പാക്കിയെടുത്ത പിണറായി സർക്കാരിന് കേരളം ഭരിക്കാൻ എന്താണ് യോഗ്യത എന്നാണ് എൻ്റെ ചോദ്യം. അതിന് താങ്കൾ ഉത്തരം പറയണം. അതുമാത്രമല്ല, ഇവിടെ താങ്കൾക്ക് വേണ്ടി എനിക്ക് കേരളത്തിലെ പുരോഗമനവാദികളോട് പറയാനുള്ളത്, ശാസ്ത്ര സാഹിത്യ പരിഷത്തെന്നും പൂക്കാസയെന്നും പറഞ്ഞ് ഇവിടെ പുരോഗമനവാദികൾ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലം വിദൂരമൊന്നുമല്ല. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ എനിക്ക് തോന്നുന്നത് ഇവിടെ നിലവിലുണ്ടായിരുന്നു എന്നാണ്. അത്തരം ബുദ്ധിജീവികൾ ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷേ ഈ ബുദ്ധിജീവികൾ എന്തുകൊണ്ട് ഒരക്ഷരം മിണ്ടുന്നില്ല? ഇവർക്കറിയില്ലേ സ്വേച്ഛാധിപത്യം അപകടകരമാണെന്ന്? അതോ പിണറായി വിജയനെ ഭയന്നിട്ടാണോ? അതോ നിങ്ങൾ ഈ ബുദ്ധിജീവികളെല്ലാം ഇപ്പോൾ പൂക്കാസയുടെയും ശാസ്ത്ര പരിഷത്തിൻ്റെയും ഉന്നതരായ ബുദ്ധിജീവികളെല്ലാം ക്ലിഫ് ഹൗസിലെ കന്നാലിത്തൊഴുത്തിൽ ഉറങ്ങി സുഖിച്ചും ജീവിക്കുന്ന, മൃഷ്ടാന്നമായി തിന്ന് ജീവിക്കുന്ന ആ നാൽക്കാലികളെപ്പോലെ നിങ്ങളെ പുരോഗമനവാദികളെല്ലാം കൂടി നട്ടല്ലൊടിച്ച് പിണറായി വിജയൻ്റെ തൊഴുത്തിൽ മൃഷ്ടാന്നമായി ജീവിക്കുന്ന നാൽക്കാലികളെപ്പോലെ കേരളത്തിൽ അഭിനയിക്കുകയാണോ, ജീവിക്കുകയാണോ? നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ ചരിത്രം അറിയാവുന്നത് കൊണ്ടും എല്ലാ ബുദ്ധിജീവികളോടും, പൂക്കാസയുടെയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും ബുദ്ധിജീവികളോട് ഞാൻ ചോദിക്കുന്നു, ഏതെങ്കിലും വ്യവസ്ഥിതി ഇത്തരം സ്വേച്ഛാധിപത്യം അധികകാലം ലോകത്ത് നീണ്ടു നിന്നിട്ടുണ്ടോ? ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും സ്വേച്ഛാധിപത്യം പോലും ഇവിടെ കടപുഴകി വീണു. അത്തരമൊരവസ്ഥയിൽ ചിന്തിച്ചു നോക്കുമ്പോൾ 77 വർഷക്കാലം കഴിഞ്ഞിട്ടും
ഇന്ത്യയിലെ ഒരു പഞ്ചായത്തിൽ പോലും ജനാധിപത്യം നടപ്പാക്കാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ സ്വേച്ഛാധിപത്യം ഇവിടെ അരങ്ങുവാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ വീണ്ടും അടിമയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ബൂർഷ്വാ സ്വേച്ഛാധിപത്യവും ഈ പൊളിറ്റിക്കൽ സ്വേച്ഛാധിപത്യവും ഇവിടെ അവസാനിപ്പിച്ച് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം ഇവിടെ ഉണ്ടാവില്ലെന്ന് ഈ ബുദ്ധിജീവികൾക്ക് ഉറപ്പിച്ചു പറയാമോ? നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഈ ഇന്ത്യൻ ജനതയെ ഭരിക്കുന്നതിന് വേണ്ടി എല്ലാവിധ അധാർമിക നിയമങ്ങളും നിയമങ്ങളും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പാർലമെൻറ്റ് ഇന്ത്യക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞത് തകർക്കാൻ പോയ ഭഗത് സിംഗിനെ നിങ്ങൾക്കറിയാം. ഈ ഭഗത് സിംഗിനെ അതേ കേസിൽ തൂക്കിക്കൊല്ലുമ്പോൾ ഇൻക്ലാബ് വിളിച്ചുകൊണ്ട് തൂക്കുമരത്തിലേറിയ കഴുമരത്തിലേറിയ ഭഗത് സിംഗിൻ്റെ പാരമ്പര്യം, വിപ്ലവ പാരമ്പര്യം ഇവിടെ നിന്ന് നിഷ്കാസിതമായിട്ടില്ല. അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടത്തിയ മൈക്കൽ ഡയാറിനെ അങ്ങ് ഇംഗ്ലണ്ടിൽ ചെന്ന് വെടിവെച്ച് കൊന്ന ഉത്തം സിംഗിൻ്റെയും ഈ വിപ്ലവ പാരമ്പര്യം ഈ മണ്ണിൽ നിന്ന് കടപുഴകി വീണിട്ടില്ല, കുറ്റിയറ്റ് പോയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ രാഷ്ട്രീയ സ്വേച്ഛാധിപത്യത്തിനെതിരെ, ഈ അടിമത്തത്തിനെതിരെ, അതായത് ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും വാങ്ങി ഉറങ്ങി സുഖിച്ചും ജീവിക്കുന്ന ജനങ്ങൾ ഇവിടെ 20% പേര് ജീവിക്കുമ്പോൾ 80% പേര് പോലും നിത്യവൃത്തിക്ക് വകയില്ലാതെ ആശാവർക്കർമാരെ പോലെ പട്ടിണി കിടക്കുന്ന ഈ രാജ്യത്ത്, ഈ കേരളത്തിലും ഈ രാജ്യത്തും ജീവിക്കുന്ന ഈ അടിമവർഗങ്ങൾ ഇനി ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് തയ്യാറെടുക്കും എന്ന കാര്യം ഈ ബുദ്ധിജീവികൾക്കും ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കും അറിയില്ലേ? അങ്ങനൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരം ഉണ്ടായാൽ ഈ ഭഗത് സിംഗിൻ്റെയും ഉത്തം സിംഗിൻ്റെയും വിപ്ലവ പാരമ്പര്യം കത്തിജ്വലിച്ച് നിൽക്കുന്ന ഭാരതത്തിൽ ഇത്തരം സ്വേച്ഛാധിപതികളെ കൂട്ടത്തോടെ കഴുത്തെറിഞ്ഞ് അറബിക്കടലിൽ തെള്ളുമെന്ന ആ ചരിത്രം, വരാൻ പോകുന്ന ആ ചരിത്രം ഉൾക്കൊള്ളാൻ കഴിയാത്ത മൂഢന്മാരായ ബുദ്ധിജീവികളോട് ഞാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ആ പിണറായി വിജയൻ്റെ തൊഴുത്തിൽ നട്ടല്ലൊടിച്ച് നാൽക്കാലികളെപ്പോലെ ഉറങ്ങി സുഖിച്ചും മൃഷ്ടാന്നമായി ജീവിക്കുന്നതിന് ഒരു അന്തസ്സായി ഒരു നിമിഷം ജീവിക്കാൻ, മരിക്കും മുമ്പ് ഒരു വാക്ക് പറയാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിജീവികളല്ല, വേറെ ഉണ്ണാക്കന്മാരെന്ന് വിളിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം പിണറായി വിജയനോട് കണക്കുകൾ ആവശ്യപ്പെട്ടുകൊണ്ടും ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രിയ സഖാക്കളെ, ലാൽ സലാം, ലാൽ സലാം ജനങ്ങളെ.